ഹായ് ഹായ് വെല്ലുവിളിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പൊ എങ്ങനെയാണ് എളുപ്പത്തിൽ തേങ്ങാപ്പാൽ തയ്യാറാക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ ഈസി ആയിട്ട് ഈ മുട്ടക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈസി ആയിട്ടുള്ള ഈ തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ 4 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങുക എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ പുഴുങ്ങിയെടുത്തതാണ്. കണ്ടോ, ഒട്ടും പൊട്ടിയിട്ടും ഒന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണോ, 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അധികം പുളിയില്ലാത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ. എന്താന്ന് വെച്ചാൽ നമ്മള് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പൊ ആ പുളി അധികം ഈ കറിക്ക് വേണ്ട. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി തന്നെ ഒരെണ്ണം എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 4 വലിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും വേണം. അപ്പൊ തേങ്ങാപ്പാൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പൊ ആദ്യം ഇതൊക്കെ നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുമാണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി തയ്യാറാക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കടുകൊന്നും പൊട്ടിക്കുന്നില്ല. ചിലവർ കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കടുക് പൊട്ടിക്കാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നത്. ചിലവര് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് അതിന്റെ പച്ചമണം ഒക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ സവാള ചേർക്കാറ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കുത്ത് ഭയങ്കരമായിട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നും. എത്ര പച്ചമണം മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്താലും ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും സ്മെല്ലായിരിക്കും മുമ്പിട്ട് നിൽക്കുന്നത്. അപ്പൊ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്ലെയിം മീഡിയത്തിലാണ് കിടക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ചെറുതായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. അപ്പൊ ഇത്രയും നേരം ഫ്ലെയിം മീഡിയത്തിലായിരുന്നു. ഇനി നമുക്ക് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പൊ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച പെരിഞ്ജീരകം അതും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് ഉള്ളത് ലാസ്റ്റ് ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ തക്കാളി വേവിച്ചെടുക്കാൻ പോകുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ചേർക്കും. ഇനി ഇത് മൂടി വെച്ചിട്ട്
നമുക്ക് തക്കാളി നന്നായിട്ട് വേകണം. തക്കാളി വേകണം, അതുപോലെ തന്നെ ഈ വെള്ളം ഒന്ന് കുറുകിയും വരണം. അത്രയിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാം. ഫ്ലെയിം ഇപ്പം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം അല്ല ചേർക്കുക, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കും. തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നല്ല പഴുത്ത തക്കാളിയായിരുന്നു ചേർത്തത്, അതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നു. സൈഡിലൊക്കെ എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ മുട്ട ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് എല്ലാ മസാലകളുടെ കൂട്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചു വിടാം കേട്ടോ മുട്ട. ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഈ സമയത്ത് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതിപ്പോ കുറുകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം വരെ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രഷ് ആയിട്ട് പൊടിച്ചു വെച്ചിരുന്നില്ലേ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിം ആക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ മാത്രമേ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അത് കാരണം ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ചേർക്കുന്നില്ല. അപ്പൊ ഞാൻ ഫൈനലായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എല്ലാം പാകത്തിനുണ്ട്. എരിവൊക്കെ പാകത്തിനാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.